പരിചയമുള്ള സ്ഥലങ്ങൾ വിട്ട് വിശ്വജിത്തിൻ്റെ ബൈക്ക് കുറച്ചധികം ദൂരം പിന്നിട്ടു. എവിടേക്കാണ് ചിത്തേട്ടാ? ചാലക്കുടി. ഏ? സേതിയൊന്ന് ഞെട്ടി. ഇത്ര ദൂരമോ? വിജയമാമൻ്റെ നാടാണ് ചാലക്കുടി. ആൾക്കൊരു ചേട്ടനാണുള്ളത്. ആൾ കുടുംബമായി ചെന്നൈയിലാണ്. വേറെ ഇവിടെ പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വനജയുടെ സ്ഥലത്ത് വീട് വെച്ച് അങ്ങോട്ട് മാറിയതാണ് വിജയനും കുടുംബവും. സേതി അന്ന് 4ലോ മറ്റോ ആണ് പഠിക്കുന്നത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അപ്പച്ചിയൊക്കെ അവിടേക്ക് താമസമായിട്ടുണ്ട് എന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ സേതിക്ക്. ചിത്തേട്ട വീട്ടിൽ പറഞ്ഞോ? ഞാൻ അപ്പച്ചിയോട് ഇപ്പം വരാമെന്ന് പറഞ്ഞാ പോന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനിപ്പോൾ കുറച്ചായി അങ്ങോട്ട് പോയിട്ട്. കടയൊക്കൊന്ന് നോക്കണ്ടേ? സേതി ഒന്ന് മൂളി. അവൾ കുഞ്ഞിലെ എപ്പോഴേക്കോ പോയിട്ടുണ്ട് അങ്ങോട്ട്. പക്ഷേ ആ വീട് മാമൻ്റെ ചേട്ടൻ്റെയാണ്. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവർ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇവരെല്ലാവരും പോകാറുണ്ടെന്ന് വൃന്ദ പറഞ്ഞറിയാം സേതിക്ക്. നമുക്കിവിടെ നല്ല ഹോട്ടൽ നോക്കി ഫുഡ് കഴിച്ചിട്ട് പോവാട്ടോ. ചാലക്കുടി ടൗണിലേക്ക് കടക്കും മുന്നേ റോഡ് സൈഡിലെ നല്ലൊരു ഹോട്ടൽ നോക്കി വിശ്വജിത്ത് ബൈക്ക് ഒതുക്കി. കൈ കഴുകി വാഷ്റൂമിൽ കൂടി പോയിട്ടാണ് സേതി കഴിക്കാൻ വന്നിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായതുകൊണ്ട് അവൾക്കതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. തിരക്ക് അധികം ഉള്ളതിനാൽ വിശ്വജിത്ത് 2 സീറ്റ് പിടിച്ചു നേരത്തെ വച്ചിരുന്നു. സേതി കൂടി വന്നതിന് ശേഷമാണ് ഓർഡർ കൊടുത്തത്. വയ്യാതായോ? ഷാളെടുത്തവൾ മുഖം തുടയ്ക്കുന്നത് കണ്ട് അവൻ തിരക്കി. അവളുടെ വെളുത്ത മുഖം വെയിൽ കൊണ്ട് ചുവക്കുക കൂടി ചെയ്തിട്ടുണ്ട്. വയ്യാതെയൊന്നും ആയിട്ടില്ല, വെയിൽ കൊണ്ടതിൻ്റെയാണ്. ഹൈവേയിലേക്ക് കടന്നപ്പോൾ നല്ലോണം വെയിലടിച്ചിരുന്നു, അതിൻ്റെയാണ്. ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറുടി, പിന്നെ അത്ര വെയിലുണ്ടാവില്ല. സേതി ഒന്ന് മൂളി. ഇത്ര ദൂരം തന്നെ എന്തിനു കൊണ്ടുവന്നു എന്ന ചിന്തയായിരുന്നു സേതിക്ക്. ഇനിയിപ്പോൾ നിറയുടെ കാര്യം സംസാരിക്കാൻ സമയം കിട്ടുമോ? വൃന്ദ ഉണ്ടെങ്കിൽ പിന്നെ ഇനി വീട്ടിൽ വച്ചൊരു സംസാരം നടക്കില്ല. സേതി ആലോചിച്ചിരിക്കലേ തന്നെ ഓർഡർ ചെയ്ത ബിരിയാണി എത്തി. വിശ്വജിത്ത് വേഗം കഴിക്കുന്നത് കണ്ട് അവളും പറ്റും പോലെ പെട്ടെന്ന് കഴിക്കാൻ ശ്രമിച്ചു. ഒരു ഫുൾ ബിരിയാണി എങ്ങനെയൊക്കെയോ കുത്തിക്കയറ്റി കഴിച്ചതിൻ്റെ പിന്നാലെ ബൈക്കിലുള്ള യാത്ര കൂടി ആയപ്പോൾ അവൾ ആകെ വശം കെട്ടു. പിന്നെ ആശ്വാസമെന്ന് പറയാൻ വെയിലില്ലാതെ മരങ്ങൾ തണൽ തീർത്ത റോഡിലൂടെയാണ് യാത്ര. ടൗണിൽ നിന്ന് അധികം ദൂരെയായിരുന്നില്ല അവരുടെ സ്ഥലത്തേക്ക്. വീടുകൾ നിറഞ്ഞ വഴിയോരത്ത് 4-5 കടമുറികൾ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വിശ്വജിത്ത് ബൈക്ക് നിർത്തി. നീ ഒന്ന് ഇവിടെ നിൽക്ക്, ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാം. സേതി അടുത്തുള്ള തണൽ മരത്തിനടിയിലേക്ക് നിന്നു. വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള 7 കടമുറികളുള്ള 2 നില ബിൽഡിംഗ് ആയിരുന്നു അത്. എല്ലാ കടമുറികളും കയറി നോക്കി സംസാരിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചെത്തി. വാടകയൊക്കെ സമയാസമയം അക്കൗണ്ടിൽ ഇടുന്നുണ്ടെങ്കിൽ കൂടി നമ്മളൊന്ന് വന്ന് ഇടയ്ക്ക് നോക്കണ്ടേ? തിരിച്ചു ബൈക്കിൽ കയറുന്നേരം അവൻ സേതിയോട് എന്നപ്പോൾ പറഞ്ഞു. പിന്നീട് പോയത് അവിടുന്ന് 1 കിലോമീറ്ററിനുള്ളിൽ വരുന്ന അവരുടെ തന്നെ പറമ്പിലേക്കാണ്. നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശ്വജിത്ത് തിരക്കി. എനിക്ക് ഓർമ്മയില്ല. ഒരു ആട്ടുതൊട്ടിലൊക്കെ ഉള്ള വീടുണ്ടായത് ഇവിടെയാണോ? ഇവിടെ തന്നെയാണ്. അതൊക്കെ പൊളിച്ചു. ഈ പറമ്പിൻ്റെ അപ്പുറമാണ് വല്യച്ഛൻ വീട് വച്ചിരിക്കുന്നത്. വാ. അവൻ നടന്നതിന് പിന്നാലെ സേതിയും നടന്നു. തെങ്ങും കവുങ്ങും വാഴയും ജാതിയും ഒക്കെ നിറഞ്ഞൊരു പറമ്പ്. മരച്ചീനിയും ചേനയും ചേമ്പും ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ പഴയ വീട് പൊളിച്ചതിൻ്റെ തറ കാണാം. അവൻ കൃഷിയൊക്കെ നോക്കി നടക്കുമ്പോൾ സേതി പിന്നാലെ തന്നെ ചെന്നു. ഈ കൃഷിയൊക്കെ ആരാ ചെയ്യുന്നത്? ഗ്രോ ബാഗിലെ കോളിഫ്ലവറും കാബേജുമൊക്കെ കണ്ടു സേതി തിരക്കി. അച്ഛൻ്റെ പരിചയത്തിലുള്ള ആളാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. സേതിക്ക് നടന്നു മതിയായിരുന്നു. നിളയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടാത്തതും കൂടി ആയപ്പോൾ അവൾക്ക് അരിശം തോന്നി. അതിനൊപ്പം അവൾക്കൊരു സംശയം കൂടെ തോന്നി. വിശ്വജിത്തിന് ശരിക്കും നിളയോട് ഇഷ്ടമില്ലേ? കാരണം ഇന്നലെ കോളേജിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ നിളയെക്കുറിച്ച് അവൻ തിരക്കിയതേയില്ല. നീ ചാലക്കുടി പുഴ കണ്ടിട്ടുണ്ടോ? സേതി അവനെ ഒന്ന് നോക്കി. വാ. അവൻ ചിരിയോടെ മുന്നോട്ട് നടന്നു. പറമ്പിൻ്റെ അറ്റത്തേക്ക് എത്തും മുന്നേ
പുഴ കണ്ടു തുടങ്ങി. കൃഷി ആവശ്യത്തിന് വെള്ളത്തിനായി പൈപ്പും മോട്ടോറുമൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് കടന്ന് ഇറങ്ങുന്നത് ഇത്തിരി താഴ്ന്ന സ്ഥലമാണ്. അങ്ങോട്ട് ഇറങ്ങാൻ സേദിയെ വിശ്വജിത്ത് കയ്യിൽ പിടിച്ചു. മുന്നോട്ട് കുറച്ചുകൂടെ നീങ്ങി നിന്നിട്ടാണ് അവൻ അവളിൽ നിന്ന് കൈവിട്ടത്. സേദി ഒരു നിമിഷം അവനെ നോക്കി നിന്നുപോയി. ഒരിത്തിരി കരുതലും സ്നേഹവും എവിടെ നിന്ന് കിട്ടിയാലും അങ്ങോട്ട് ചായാനുള്ളൊരു മനസ്സ് അവൾക്കുണ്ട്. കുഞ്ഞിലെ നഷ്ടം വന്ന അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്നൊരു മനസ്സ്. ഇട്ടിരുന്ന കരിനീല ഷർട്ടൊന്ന് വലിച്ചിട്ട് അവൻ പുലിലേക്ക് കാല് മടക്കി വച്ചിരുന്നു. പുഴയിൽ നിന്ന് വട്ടം ചുറ്റി വരുന്ന കാറ്റ് മുടിയിഴകളെ അലങ്കോലപ്പെടുത്തി വിടുന്നത് തടയാൻ അവൻ കൈകൊണ്ട് മുടികളെ മാടി ഒതുക്കുന്നുണ്ട്. നിളയെക്കുറിച്ച് സംസാരിക്കാനാണ് ജിത്തേട്ടൻ്റെ കൂടെ വന്നേക്കുന്നത്. അത്രയും വേഗം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പറയണം. മണ്ടേ തന്നെ അവളെ ജിത്തേട്ടന് പരിചയപ്പെടുത്തണം. പതറുന്ന മനസ്സിനെ പിടിച്ചു വെച്ച് അവൾ നിളയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ നോക്കി. സേതി വിശ്വജിത്ത് വിളിച്ചപ്പോൾ അവൾ ചിന്തകളിൽ നിന്ന് വിട്ട് ഒരു മൂളലോടെ അവന് കുറച്ചു മാറിയിരുന്നു. ആ കാണുന്ന വീട് ആരുടെയാണെന്ന് അറിയോ സേദിക്ക്? പുഴയ്ക്ക് അക്കരെയുള്ള വീട് ചൂണ്ടിയാണ് അവൻ്റെ ചോദ്യം. ഇല്ല, നീലയുടെ അച്ഛൻ്റെ വീടാണത്. സേതി അമ്പരന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോൾ നീളയെ ജിത്തേട്ടന് മുന്നേ അറിയോ? അവൻ ചിരിയോടെ തല ആട്ടുന്നത് കണ്ട് സേതി കണ്ണു മിഴിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.